Hello my dear students, welcome back to our classroom. നമ്മൾ സെഡാവോയുടെ സ്റ്റോറി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹന്ന ആൻഡ് സെഡാവോ they were in dilemma that they can't take a decision that whether they need to hand over this injured man to the police, to the army, or they need to give him shelter. So they let's see what they did. Okay, so are you ready guys? Let's move on to the chapter. If we sheltered a white man in our house, we should be arrested, and if we turned him over as a prisoner, he would certainly die, Sadao said. Lesson നമ്മൾ കഴിഞ്ഞ ഇവിടെയാണ് അവസാനിച്ചത്. അതായത് നമ്മൾ ഇയാളെ ആർമിക്ക് കൈമാറുകയാണെങ്കിൽ തീർച്ചയായും അയാൾ വധിക്കപ്പെടും. ഇനി നമ്മൾ ഇയാൾക്ക് ഷെൽട്ടർ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യും. അപ്പം എങ്ങനെ പോയാലും ഒരു ട്രാജഡി ഉറപ്പാണ്. The kindest thing would be to put him back to the sea, Hannah said. But neither of them moved. They were staring with a curious repulsion upon the inert figure. അപ്പോൾ ഹന്ന പറഞ്ഞു, നമുക്ക് ഇയാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇയാളെ തിരിച്ച് സീയിലേക്ക് തന്നെ ഇടുകയാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും കൂടിയിട്ട് അവർ ഇണങ്ങുന്നില്ല. അവർ നിശ്ചലമായി ഈ ഇന്നേർട്ട് ഫിഗർ, ഇന്നേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻലെസ്, ഈ ഇണങ്ങാതെ കിടക്കുന്ന ഈ രൂപത്തിന് നേരെ അവരൊരു ഒരു ഇഷ്ടക്കേടോടുകൂടി ഒരു വെറുപ്പോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവരങ്ങനെ പറഞ്ഞാൽ കൂടിയും അവർക്ക് അത് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. വാട്ട് ഈസ് ഹി, ഹന്ന വിസ്പേർഡ്. ആക്ച്വലി ഇവൻ ആരായിരിക്കും? ഇപ്പോഴും അവർക്ക് അറിയില്ല ഇതൊരു അമേരിക്കൻ ആർമി മാൻ. അവരെന്ത് ആണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? യെസ്, ഒരു ഫിഷർമാൻ ആണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാലും ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടി ചോദിക്കുന്നത് ആക്ച്വലി അയാൾ ആരായിരിക്കും? There is something about him that looks American, Sadao said. He took up the battered cap. Yes, there, almost gone was the faint lettering. A sailor, he said, from an American warship. He spelled it out, U.S. Navy. The man was a prisoner of war. Now they realized that this man was a prisoner of war, okay? Because they had the clue from the battered cap. Battered means കീറി പറഞ്ഞിട്ടുള്ള, നമ്മൾ ആദ്യമേ അദ്ദേഹത്തിൻ്റെ രൂപം നമ്മൾ വിവരിക്കുകയുണ്ടായി. അതായത് യെസ്, ദേഹമാകലം കീറി പറഞ്ഞ് ക്ലോത്ത് ഒക്കെ കീറി പറഞ്ഞ് ആകെ ഇൻചൂർഡായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ആ ക്യാപ്പ് മാറ്റിയപ്പോൾ ആ ക്യാപ്പിൽ ഫെയിൻറ്റ് ലെറ്ററിങ്, കുറേയൊക്കെ മാഞ്ഞു പോയിട്ടുള്ള ഒരു ലെറ്ററിങ് കാണാൻ സാധിച്ചു. എന്താണത് പറയുന്നത്? എ സെയിലിയർ, ഹി സെഡ്, ഫ്രം എൻ അമേരിക്കൻ വാർഷിപ്പ്. സോ ബിക്കോസ് ഓഫ് ദീസ് ക്ലൂസ് they could realize that this man is a prisoner. This man was a prisoner of war. യെസ്, ഇയാളൊരു യുദ്ധ തടവുകാരനാണ്. അവർ റിയലൈസ് ചെയ്തു. He has escaped, Hannah cried softly, and that is why he is wounded in the back, Sadao agreed. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, യെസ്, ഇയാളെ രക്ഷപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇത്രമാത്രം വൂണ്ടഡ് ആയിട്ടുള്ളത്. ഇയാൾക്ക് ഒരുപാട് മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാളെ ഒരുപാട് പീഡനങ്ങളിൽ നിന്ന്, ഈ യുദ്ധ തടവുകാർക്ക് ഓഫ് കോഴ്സ് ഒരുപാട് പീഡനങ്ങൾ അവർക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വരും. കാരണം എനിമിയനെയാണല്ലോ പിടിച്ച് തടവുകാരാക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഇംഗ്ലീഷ് മൂവികളിലൊക്കെ? യെസ്, അപ്പോൾ അതിൽ നിന്നൊക്കെ ഇയാൾ രക്ഷപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് മുറിവുകളുള്ളതും പരിക്കുകളുള്ളതും. ഇൻ ദ ബാക്ക്, സഡാവോ എഗ്രീഡ്. സഡാവോ ശരിയാണ്, നീ പന്ത് ശരിയാണ്. എസ്പെഷ്യലി the back. They hesitated, looking at each other. Then Hannah said with resolution, come, are we able to put him back to the sea? If I am able, are you? Sadao asked. No, Hannah said, but if you can do it alone. So here ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി ഞങ്ങളുടെ കയ്യിലുള്ളത് ഒരു പ്രിസണറാണ്. അപ്പോൾ എന്തായാലും ഇവർക്ക് ഒന്നുകൂടി ടെൻഷൻ കൂടി. അപ്പോൾ എങ്ങനെയായാലും ഇയാളെ കടലിലേക്ക് വലിച്ചെറിയുക എന്നുള്ള തീരുമാനത്തിലാണ്. പക്ഷേ ചോദിക്കുകയാണ് ആര്, നമുക്ക് ഇവനെ കടലിലേക്ക് എറിയുമെന്ന് പറയുമ്പോൾ സഡാവോ ചോദിക്കുന്നുണ്ട്, ഓക്കെ ഇവൻ ഞാൻ റെഡിയാണെങ്കിൽ നിനക്ക് പറ്റുമോ? അപ്പോൾ അന്നക്ക് പറ്റില്ല. നോ, ബട്ട് ഇഫ് യു ക്യാൻ ഡു ഇറ്റ് എലോൺ, യു ഹാവ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്, അന്ന റിപ്ലൈഡ്. സഡാവോ hesitated again. The strange thing is, he said, if the man were whole, I could turn him over to the police without difficulty. I care nothing for him. He is my enemy. All Americans are my enemy, and he is only a common fellow. You see how foolish his face is, but since he is wounded. അപ്പോൾ ഇവിടെ സദാവോ വീണ്ടും ഹെസിറ്റേറ്റ്. He was hesitating. Why? Because he's a doctor and he is really he's respect his profession. ആ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക
ഏറ്റവും വലിയ നല്ലൊരു നമുക്ക് ഒരുപാട് അഡ്മിറേഷൻ തോന്നിയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ഡോക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫഷണൽ എത്തിക്സ് അദ്ദേഹത്തിൽ അത്രമാത്രം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, ഇഫ് ദ മാൻ വാസ് ഹോൾ മീൻസ് പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ certainly I could hand over him to the army. I never think about him, okay, because he is my enemy. But here he's injured, so how could I hand over the injured man to the army since I am a doctor? ഇതാണ് സഡാവോ പറയുന്നത്. ഞാനൊരു ഡോക്ടറല്ലേ, എങ്ങനെ എനിക്കൊരു ഇൻഷുർഡ് ആയിട്ടുള്ള മാനെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും? അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ഒന്നും ചിന്തിക്കില്ല, ഞാൻ ആർമിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ബിക്കോസ് ഹീസ് എൻ അമേരിക്കൻ, ഹി വാസ് എൻ അമേരിക്കൻ ആൻഡ് ഹി വാസ് മൈ എനിമി എന്നാണ് നമ്മളുടെ സഡാവോ പറയുന്നത്. ഓക്കെ, യു ഓൾസോ കാൻ ത്രോ ഹിം ബാക്ക് ടു ദ സീ, ഹന്ന സെഡ്. ദെൻ ദർ ഈസ് ഓൺലി വൺ തിങ് ടു ഡു, വി മസ്റ്റ് ക്യാരി ഹിം ടു ദ ഹൗസ്. അവസാനം അവര് ഏത് തീരുമാനത്തിലെത്തി? യെസ്, നമുക്കവനെ കടലിലേക്കും തിരിച്ച് എറിയാൻ പറ്റില്ല. അത് രണ്ടും സെയിം അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവരെ ആർമിക്ക് ഹാൻഡ് ഓവർ ചെയ്താലും അയാൾക്ക് മരണം ഉറപ്പാണ്. ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരു ഡൈയിങ് സ്റ്റേറ്റിൽ ഇഫ് ദേ ത്രോ ഹിം ബാക്ക് ടു ദ സീ, വാട്ട് ഹാപ്പൻ? ഹി ഷുഡ് ഡൈ. ഓഫ് കോഴ്സ് അവൻ എന്തായാലും മരിച്ചിരിക്കും, യാതൊരു സംശയമില്ല. അപ്പൊ ഒരു ആസ് എ ഡോക്ടർ വാട്ട് ഈസ് സഡാവോ ഇസ് തിങ്കിങ്? യെസ്, he could thinking like, you know, I need to save the life of this man because yes. അപ്പൊ ഈ ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം ഒരിക്കലും ഇയാളുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആർമിക്ക് കൊടുത്താലും കടലിലേക്ക് എന്നാലും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ അവസാനം അവർ എന്ത് തീരുമാനത്തിലെത്തി? യെസ്, ഞങ്ങൾ ഇവനെ വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുപോവാം, ഷെൽട്ടർ കൊടുക്കാന്നുള്ള തീരുമാനത്തിലെത്തി. ആൻഡ് ബട്ട് സെർവൻസ് Sadao ഇൻക്വയർഡ്. പക്ഷേ വീട്ടിലാരുണ്ട്? സെർവൻസ് ഉണ്ട്. സെർവൻസും ആരാണ്? ജപ്പാൻകാർ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കക്കാരനെ കാണുന്നത് തന്നെ ദേഷ്യവും അറുപ്പും വെറുപ്പുമാണ് ഒരു ജപ്പാൻകാർക്ക്. അപ്പൊ സെർവന്റിനെ അവനെ എങ്ങനെ മാനേജ് ചെയ്യും? അതാണ് അവരുടെ അടുത്ത ക്വസ്റ്റ്യൻ. വി മസ്റ്റ് സിംപ്ലി ടെൽ ദം ദാറ്റ് വി ഇന്റൻഡഡ് ടു ഗിവ് ഹിം ടു ദ പോലീസ് ആസ് ഇൻഡീഡ് വി മസ്റ്റ്, Sadao. We must think of children and your position. It would endanger all of us if we did not give this man over as a prisoner of war. Certainly, Sadao agreed. I would not think of doing anything else. അപ്പം സർവൻസിനോട് നമ്മൾ എന്ത് പറയും? യെസ്, ഞങ്ങൾ എന്തായാലും ഇവനെ ഹാൻഡ് ഓവർ ചെയ്യും. കാരണം ചെയ്യേണ്ടതാണ്, അത് നമ്മൾ ജപ്പാൻകാരാണ്, നമ്മൾ വി ഷുഡ് ഹാൻഡ് ഓവർ ഹിം, ബട്ട് ഈസ് ഇൻജുവേർഡ്. ഓക്കെ, മാത്രമല്ല സഡാവോയുടെ പിന്നെ പ്രൊഫഷൻ, പൊസിഷൻ, അതുപോലെ തന്നെ കുട്ടികൾ, ഫാമിലി, ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പൊ എല്ലാവരും കൂടി പിന്നെ തടവിലയക്കപ്പെട്ടാൽ എന്തുണ്ടാവും? അപ്പൊ അതെല്ലാം ആലോചിച്ചിട്ട്, ഇതിന്റെ ഭവിഷ്യത്തുകളെല്ലാം ആലോചിച്ചിട്ട് നമ്മളുടെ അന്ന പറഞ്ഞു, നമ്മൾ തീർച്ചയായും അവരോട് പറയും. ഓക്കെ, ആഫ്റ്റർ he recovered, we're gonna hand over this man to the army. Then thus agreed, together they lifted the man. He was very light, like a fowl that had been half starved for a long time until it is only feathers and skeleton. സോ ഇവര് ഇയാളെ പൊക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ ഇയാളെ എന്തിനോടാണ് പറയുന്നത്? ഒരു ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ഷീണിച്ചിട്ടുള്ള ഒരു ബേർഡ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് പറയുന്നത്? കുറേ കാലമായിട്ട് പട്ടിണി കിടന്നിട്ടുള്ള വെറും അതിൻ്റെ ഈ പിന്നെ സ്കെൽറ്റനും ഫെദേഴ്സും മാത്രമായിട്ടുള്ള അത്രയും അങ്ങനെ ഒരു കോഴി അല്ലെങ്കിൽ ഒരു ക്ഷീണിച്ചിട്ടുള്ള ഒരു ബേർഡ് ഇതിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു രൂപമാണ് നമ്മളുടെ ഈ ആർമി മാൻ, അത്രയും ലൈറ്റ് ആണെന്നാണ് പറയുന്നത്. സോ ഹിസ് ആംസ് ഹാങ്ങിങ് ദേ ക്യാരിഡ് അപ്പ് ഹിം up the steps and into the side door of the house. This door opened into a passage, and down the passage they carried the man towards an empty bedroom. It had been the bedroom of Sadao's father, and since his death it had not been used. They laid the man on the deeply matted floor. Everything here had been Japanese to please the old man, who would never in his own home sit on a chair or sleep in a foreign bed. Hannah went to the wall cupboards and slid back a door and took out a soft quilt. She hesitated. The quilt was covered with flowered silk and the lining was pure white silk. So here ഇവര്
ഇവര് സഡാവിനകത്തേക്ക് എടുക്കുകയും പിന്നെ റൂമിലേക്ക് കിടത്തുകയും ചെയ്തു. അപ്പൊ ഈ റൂം എന്ന് പറയുന്നത് സഡാവോന്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന റൂമായിരുന്നു. ഓക്കെ, അച്ഛന്റെ മരണശേഷം അത് ആരും ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നു. അപ്പൊ അവിടെ ഫുൾ ഓഫ് ജപ്പാന്റെ ഫർണിച്ചേഴ്സും ആ ഒരു ജപ്പാനീസ് സ്റ്റൈലിലുള്ള റൂമാണ്. കാരണം ഇയാള് നമ്മൾ മുന്നേ പഠിച്ചു പിന്നെ സഡാവോന്റെ അച്ഛൻ എന്ന് പറഞ്ഞത് ഒരു ടിപ്പിക്കൽ ജപ്പാൻകാരനായിരുന്നു. എന്നിട്ട് ഇയാളെ കിടത്തി പിന്നെ ഒരു ക്വിൽട്ട് ഒരു പുതപ്പൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ ഒരു കബോർഡിലുള്ള പുതപ്പ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിൽ സിൽക്ക് ഫ്ലവേഴ്സുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ക്വിൽട്ട്. അപ്പൊ അത് അവൾക്ക് കൊടുക്കാനും തോന്നുന്നില്ല. ബിക്കോസ് why she hesitated to give the skills to the injured man? Because he is so dirty, she murmured in distress. Yes, he had better to be washed, Sadao agreed. If you will fetch hot water, I will wash him. അപ്പോൾ ഇവള് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, murmured, he's so dirty. ഇവളെന്താ പറയാൻ കാരണം ഈ പുതപ്പ് ഇവൾക്ക് കൊടുക്കാൻ ഇഷ്ടമില്ല. ബിക്കോസ് വൈറ്റ് കളറിലുള്ള സിൽക്കി ഫ്ലവേഴ്സുള്ള ഈ പുതപ്പ് ഇങ്ങനെ ഇത്രയും ഡേർട്ടി ആയിട്ടുള്ള മനുഷ്യനെ പതപ്പിക്കുന്നുള്ളൊരു ഇതുകൊണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ സഡാവ് എന്ത് പറഞ്ഞു, യെസ് യു റൈറ്റ്, അവൻ ഡേർട്ടി തന്നെയാണ്. സോ ഇഫ് യു ക്യാൻ ഫെച്ച് സം ഹോട്ട് വാട്ടർ വി ക്യാൻ വാഷ് ഹിം, ഐ വിൽ വാഷ് ഹിം പറയണം. സഡാവ് പറഞ്ഞു, ഐ കാൺട്ട് ബെയർ ഫോർ യു ടു ടച്ച് ഹിം, ഷീ സെഡ്. We shall have to tell the servants he is here. I will tell Yumi now. She can leave the children for a few minutes and she can wash him. So here സഡാവോ ഇത് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞില്ല, നീ അവൻ തൊടാൻ പോലും ഞാൻ സമ്മതിക്കില്ല, ഐ കാൺ ആക്സെപ്റ്റ് ഇറ്റ്. നമുക്ക് സെർവൻ്റ് ഉണ്ട്, സെർവൻ്റിൻ്റെ അടുത്ത് പറയാം. യൂമി എന്ന് പറയുന്നത് ഒരു സെർവൻ്റ് ആണ്, കുട്ടികളെ നോക്കുന്ന ഒരു ബേബി സിറ്ററോ ഒക്കെ ആവാം. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് പറയാം, കുട്ടികളെ കുറച്ച് നേരം വിട്ടിട്ട് വന്ന് വാഷ് ചെയ്യാനായിട്ട് പറയാം എന്ന് പറയാണ്. സഡാവോ കൺസിഡർഡ് എ മൊമെന്റ്. ലെറ്റ് ഇറ്റ് ബി സോ, ഹി അഗ്രീഡ്. You tell Yumi and I will tell others. But the utter pallor of the man's unconscious face moved him first to stoop and feel his pulse. It was faint, but it was there. He put his hand against the man's cold breast. The heart was yet alive. അപ്പോൾ ഓക്കെ, സെർവേഴ്സിനോടൊക്കെ പറഞ്ഞോളൂ, അവർ വന്ന് കഴിയിക്കോട്ടെ. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം എന്നറിയോ, അൺഹെൽത്തി ആയിട്ടുള്ള, അതായത് ഒട്ടും വയ്യാത്ത അങ്ങനത്തെ ഒരു അൺകോൺഷ്യസ് ഫേസ്, ആ ക്ഷീണിച്ചിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള മുഖം, ബോധാവസ്ഥയിലെ മുഖം കണ്ടപ്പോൾ ഇദ്ദേഹത്തിനൊരു സംശയം, എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില എന്നറിയാൻ വേണ്ടിയിട്ട് പൾസും ഹാർട്ട് ബീറ്റും ഒക്കെ നോക്കി, ഓക്കെ അറ്റ്ലീസ്റ്റ് ഹീസ് ഇറ്റ് അലൈവ്, യുനോ, ജീവനുണ്ട്. He will die unless he is operated on, Sadao said, considering. The question is whether he will not die anyway. Hannah cried out in fear. Don't try to save him. What if he should die? ഇവിടെ അടുത്തത് സഡാവ് പറയാം, ഡോക്ടറാണ്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും അവൻ മരിക്കും. പക്ഷെ അന്നക്കുള്ള പ്രശ്നം എന്താണ്, അവളാകെ പേടിച്ചു പോയി. കാരണം ഇനി ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങാനും ഇയാൾ മരിച്ചാലോ, അപ്പോൾ ആകെ കൂടി കൺഫ്യൂഷനായി അഗെയിൻ. ബിക്കോസ് അത്രയും വേർഡ്സ് ആണ് ഇയാളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് പൾസും ഹാർട്ട് ബീറ്റും ഒക്കെ അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വാട്ട് ഇഫ് ഹി ഷുഡ് ഡൈ, സഡാവോ റിപ്ലൈഡ്. ഹി സ്റ്റുഡ് ഗേസിംഗ് down on the motionless man. This man must have extraordinary vitality or he would have been dead by now. But then he was very young, perhaps not yet 25. So here പറയാണ്, അതായത് കണ്ടില്ലേ ഇവരുടെ അപ്പോഴത്തെ ആ ഒരു, നമ്മൾ അങ്ങനെ ചിന്തിക്കണം അവരുടെ മാനസികാവസ്ഥ. ഏകദേശം മരണത്തിനോട് അടുത്തൊരു മനുഷ്യൻ, എനിമി, അവർ വീട്ടിൽ കയറ്റി ഷെൽട്ടർ കൊടുത്തു. ഇനി ഈ ആസ് എ ഡോക്ടർ ഇയാൾക്ക് വളരെ വ്യക്തമായിട്ട് പറയും, ഉടനടി ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾ മരിക്കും. അപ്പോൾ പിന്നെ എന്തായാലും ഓപ്പറേഷൻ ചെയ്യണം. പക്ഷെ അഗെയിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ദ ഓപ്പറേഷൻ ആ സമയത്ത് മരണപ്പെട്ടാലോ എന്ത് ചെയ്യും? അപ്പൊ അതിനേക്കാളും പിന്നെ വേറെ ഡെഡ് ബോഡിയാണ്, പിന്നെ ഇവരെന്ത് ചെയ്യും? വീണ്ടും വലിയ ക്വസ്റ്റ്യൻ, ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ആകെക്കൂടി അത്രയും വലിയൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഇവർ നിൽക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ സഡാവോ പറയുന്നുണ്ട് അയാൾക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി വൈറ്റാലിറ്റി, ഒരു ഹെൽത്ത്നെസ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഇതിനൊക്കെ മരിക്കേണ്ടി വന്നിരിക്കുന്നു. മേ ബി ഹീ ഈസ് യങ്, അവൻ ചെറുപ്പമല്ലേ, ഒരു 20-25 ഇയേഴ്സിൻ്റെ ഉള്ളിലുള്ളൂ, അതുകൊണ്ടായിരിക്കാം എന്ന് പറയാം. യു മീൻ ഡൈ ഫ്രം ദ ഓപ്പറേഷൻ, ഹന്ന asked. Yes, Sadao said. Hannah considered this doubtfully, and when she did not answer, Sadao turned away. At any rate, something must be done with him, he said, and first he must be washed. He went quickly out of the room, and Hannah came behind him. She did not wish to be left alone with the white man. He was the first she had been since she left America, and now he seemed to have nothing to do with those whom she had known there. Here he was her enemy.
എ മെനസ് ലിവിങ് ഓർ ഡെഡ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്തായാലും ഇനി നമുക്ക് കൂടുതൽ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ ചിന്തിക്കാനോ സമയമില്ല. വി ഷുഡ് ഹിം വാഷ്ഡ് ഫസ്റ്റ്, ദെൻ വി വിൽ സ്റ്റെപ്പ് ഇൻ ടു ഓപ്പറേഷൻ ബിക്കോസ് ദർ ഈസ് നോ അതർ ചോയ്സ് ഫോർ ദം. ഓക്കെ, as they decided to save this man, next step is let's go to the operation. So before that they should wash him, then they go to the ഓപ്പറേഷൻ. സോ അതൊക്കെ പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അപ്പൊ പിന്നാലെ തന്നെ നമ്മുടെ ഹന്നയും ഇയാളെ പിന്നാലെ പോയി. കാരണം അവൾ ഒരിക്കലും അവന്റെ അടുത്ത് ഒറ്റക്കാവാൻ ഇഷ്ടപ്പെടുന്നില്ല. ബിക്കോസ് അവരുടെയൊക്കെ മനസ്സിൽ ഞങ്ങളുടെ എനിമിയാണ് എസ്പെഷ്യലി ഹന്ന. ബട്ട് ഹിയർ ഡോക്ടർ ഒരു പേഷ്യന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എനിമിയോ ആണോ ഫ്രണ്ട് ആണോ എന്നില്ല, ഏതൊരു പേഷ്യന്റ് ആണെന്നുള്ളൊരു കൺസിഡറേഷൻ ആയിരിക്കും. പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ ആവില്ലല്ലോ. ആ ഒരു എത്തിക്സ് ഒന്നും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഡോക്ടർ അല്ലാത്തവരുടെ മനസ്സിൽ വരാൻ ചാൻസ് ഇല്ല. പിന്നെ അമേരിക്കയിൽ നിന്ന് പോന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു അമേരിക്കക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് അന്ന നിൽക്കുന്നത് അല്ലെങ്കിൽ ഇടപഴകുന്നതൊക്കെ. ഇനി അതുപോലെ തന്നെ ഇപ്പൊ അതിനുശേഷം ആളെ കിട്ടിയിരിക്കുന്നത് മെനൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേഞ്ചർ ത്രെട്ട്, അതും ലിവിങ് ഓർ ഡെഡ്, മരിക്കോ ജീവിക്കോ എന്ന് തന്നെ അറിയാത്ത ഒരു ഭീഷണി പോലെ ഒരു സംഭവമായിട്ടാണ് ഇപ്പൊ നമുക്കൊരു അമേരിക്കക്കാരൻ കിട്ടിയിരിക്കുന്നത് തന്നെ. ഷി ടേൺഡ് ടു ദ നഴ്സറി ആൻഡ് കോൾഡ് യുമിനെ വിളിച്ചു. നഴ്സറി ഹിയർ മീൻസ് കുട്ടികളെ നോക്കാൻ പിന്നെ ഉള്ള ഒരു സെർവൻ്റാണ് യുമി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നഴ്സറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ വീട്ടിൽ തന്നെ കുട്ടികൾക്കുള്ള ഒരു സെപ്പറേറ്റ് റൂം, അവർക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം, അത്രയും അങ്ങനെ വിചാരിക്കുക. ബട്ട് ദ ചിൽഡ്രൻ ഹേർഡ് ഹെർ വോയിസ് ആൻഡ് ഷി ഹാഡ് to go in for a moment and smile at them and play with the baby boy, now nearly 3 months old. Over the baby's soft back hair, she mentioned with her mouth, "Yumi, come with me." സോ കുട്ടികളെ അമ്മയുടെ വിളി കേട്ടപ്പോൾ ഞാൻ എന്തായാലും അമ്മ അടുത്തേക്ക് പോവുകയും അവരായിട്ട് കളിക്കുകയൊക്കെ വേണം. ചെറിയ കുട്ടിക്ക് ചെറിയ പ്രായമാണ്, 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അവനൊക്കെ എടുത്ത് ഇങ്ങനെ തലോലിക്കുന്നതിൻ്റെ ഇടയിൽ വളരെ സൗണ്ട് കുറച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു. "I will put the baby to bed," Yumi replied. "He is ready." She went with Yumi into the bedroom next to the nursery and stood with the boy in her arms while Yumi spread the sleeping clothes on the floor and laid the baby between them. So ഉണ്ണിനൊക്കെ അവിടെ കെടുത്തി അവർ പോന്നു. Then Hannah led the way quickly and softly to the kitchen. The 2 servants were frightened at what their master had just told them. The old gardener, who was also a house servant, pulled out a few hairs on his upper lip. യുമീനായിട്ട് കിച്ചണിലേക്ക് പോയപ്പോൾ അവിടെ ഭയങ്കര സീൻ. അവിടെയുള്ള സെർവൻറ്റ് ആകെ അന്താളിച്ച് പേടിച്ച് നിൽക്കുകയാണ്. കാരണം എന്താ, നമ്മുടെ സഡാവോ ഇതിനകം തന്നെ അവരോട് കാര്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു അമേരിക്കക്കാരനകത്ത് പിടിച്ച് കെടുത്തിയിട്ടുണ്ട് ആള്. ചിലപ്പം ജീവിക്കും, ചിലപ്പം മരിച്ചു പോകുന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായിരിക്കും അവിടുത്തെ ആ സെർവൻസുകാരുടെ സീനെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആളിതെല്ലാം കൂടി തരിച്ചിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് കിച്ചണിലേക്ക് ചെന്നപ്പോൾ. എന്നിട്ട് ഈ അവിടെയുള്ള സെർവൻ്റ് അവിടുത്തെ ഗാർഡനറാണ്, ഇച്ചിരി പ്രായമുള്ള ഒരാളും കൂടിയാണേ. അപ്പോൾ ആളെന്ത് ചെയ്തു, "The master ought not to heal the wound of this white man," he said bluntly to Hannah. Bluntly means straight forward. അപ്പൊ ഞാൻ പറഞ്ഞ പ്രായമുള്ള ആളാ, അപ്പൊ കുറച്ചൊക്കെ വരേണ്ട ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കുറച്ച് സ്ട്രേറ്റ് ഫോർവേഡാ. അപ്പൊ ആള് പറഞ്ഞു, അതായത് ആക്ച്വലി നമ്മുടെ മാസ്റ്റർ, അതായത് സെഡാവോ അദ്ദേഹത്തെ പിന്നെ വൂണ്ട് ഹീൽ ചെയ്യാനോ ട്രീറ്റ് ചെയ്യാന്ന് പറയാം. ട്രീറ്റ് ചെയ്യാൻ ശരിക്കും പാടുള്ളതല്ല. ഓക്കെ, അതായത് അതിന്റെ ഒരു അത്ര അയാളെ ട്രീറ്റ് ചെയ്യേണ്ട അത്യാവശ്യമൊന്നുമില്ല, ഇയാൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്നാണ് ഈ ആര് പറഞ്ഞത്, നമ്മുടെ ഗാർഡനർ ആയിട്ടുള്ള സെർവന്റ് പറഞ്ഞത്. "The white man ought to die. First he was shot. Then the sea caught him and wounded him with her rocks. If the master heals what the gun did and what the sea did, they will take revenge on us." ആളെന്താ പറയണത്, ഫസ്റ്റ് ഓഫ് ഓൾ he was an American. He should die. Okay, he ought to die. അവൻ മരിക്കേണ്ടവനാണ്, അവൻ ചാവേണ്ടവനാണ്. Because he was our enemy. And first he was shot. അവനക്ക് വെടിയേറ്റിട്ടുണ്ട്. മാത്രമല്ല കടലിൽ പെട്ടിട്ട് അവിടുന്ന് അത്യാവശ്യം ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. അവൻ എന്തായാലും മരിക്കേണ്ടതാണ്. അങ്ങനെയുള്ള കടൽ ചെയ്തതും വെടിയേറ്റതുമായിട്ടുള്ള ഈ മനുഷ്യനെ നമ്മുടെ മാസ്റ്റർ, അതായത് സഡാവോ രക്ഷിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇയാൾക്ക് പിന്നെ ഈ സഡാവോനോട് ഇവര് റിവെഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ,
രണ്ട് തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. അതായത് കടൽ എന്ന് പറയുന്നത് ഷോർട്ട്, ഇപ്പോൾ വെടിയേറ്റിട്ടുണ്ട്, അപ്പൊ ആ ഗൺ എന്താ, ആർമിയെ നമുക്ക് റെപ്രസെന്റ് ചെയ്ത് ആവാം. അതുപോലെ തന്നെ കടൽ എന്ന് പറയുന്നത് ബൈ ദ നേഷൻ, ആ രാജ്യം, അപ്പൊ ആ രാജ്യവും അവിടുത്തെ ആർമിയും സഡാവോനെ റിവെഞ്ച് ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു ഇന്നർ മീനിങ് അവിടെ ഉണ്ട്, അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഇയാൾ എന്താ പറഞ്ഞത് ഒരു പോയിന്റ് ആണ്, അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. വാട്ട് ഗൺ ഡിഡ് വാട്ട് ദ സീ ഡിഡ് ദേ വിൽ ടേക്ക് റിവെഞ്ച് ഓൺ അസ്. ഓക്കെ, അപ്പോൾ ഈ ഗണ്ണും സീയും നമ്മളുടെ മേലെ റിവെഞ്ച് ചെയ്യും. അപ്പൊ ഇവിടെ ഗൺ മീൻസ് യെസ് ദ ആർമി, സി മീൻസ് ദ നേഷൻ. അപ്പൊ ഓഫ് കോഴ്സ് ഒരു തടവുകാരനെ, ഒരു പ്രിസണറിനെ, അമേരിക്കക്കാരനെ നമ്മൾ ഷെൽട്ടർ ചെയ്ത് ഓഫ് കോഴ്സ് അവർ റിവെഞ്ച് ചെയ്യും. റിവെഞ്ച് മീൻസ് എന്താ, പണിഷ്മെന്റ് കിട്ടും അല്ലേ, ഓഫ് കോഴ്സ്. I will tell him what you say, Hannah replied courteously. Okay, ഞാൻ പറയാം, ഒരു പ്രായ മനുഷ്യനാണ്. അപ്പോൾ ഇവര് വളരെ മര്യാദയോടുകൂടി പറഞ്ഞു, നീ പറഞ്ഞത് ഞാൻ സഡാവോനോട് പറയാം. ബട്ട് she herself was also frightened, although she was not superstitious as the old man was. അതായത് സൂപ്പർമാൻ ഓൾഡ് മാനെ പോലെ സൂപ്പർസ്റ്റിഷ്യസ് ഒന്നും അല്ല എങ്കിൽ കൂടിയും ഇവൾക്കും ഭയമുണ്ട്, ഇവളും പേടിച്ച് ഇരിക്കുക തന്നെയാണ്. Could it be ever be well to help an enemy? എന്നിരുന്നാലും nevertheless she should told Yumi to fetch the hot water and bring it to the room where the white man was. So here എന്താ പറയുക, പേടിയുണ്ട്, ഭയമുണ്ട്. കാരണം ഒരു എനിമീനെ രക്ഷിക്കാന്ന് പറഞ്ഞത് രക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും പോയി വെള്ളം എടുത്ത് കൊണ്ടുവരൂ, നമുക്ക് അവനെ കഴുകേണ്ടതുണ്ട്. She went ahead and slid back to the partition. Sadao was not yet there. Yumi, following, put down her wooden bucket. Then she went over to the white man. When she saw him, her thick lips folded themselves into stubbornness. I have never washed a white man, she said, and I will not wash so dirty one now. യുമി ഇത് കണ്ടപ്പോ തൻ്റെ ഉള്ളിലത്തെ ജപ്പാൻ ജ്വരം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് തൻ്റെ ഉള്ളിലത്തെ രക്തം തിളച്ചു, അവളുടെ ദേശസ്നേഹം അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ടു. വിറക്കുന്ന ചുണ്ടുകളോട് അവൾ പറഞ്ഞു, ഒരു വൈറ്റ് മാനെ ഞാൻ വാഷ് ചെയ്യില്ല. ഓക്കെ, മാത്രമല്ല ഇത്രയും ഡേർട്ടി ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ വാഷ് ചെയ്യില്ല, അവൾ പറഞ്ഞു. അപ്പൊ അവിടെ സെർവന്റ് മാസ്റ്റർ ബിഷപ്പ് ഒന്നുമില്ല, അവളുള്ളിലത്തെ ആ ഒരു ദേശസ്നേഹം അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതങ്ങോട്ട് വളരെ ഉഷാറായിട്ട് പോന്നിട്ട് പറഞ്ഞു, എനിക്ക് പറ്റില്ല ഇയാളെന്നെ വാഷ് ചെയ്യാൻ, ഞാനൊരിക്കലും ഒരു വൈറ്റ് മാനെ വാഷ് ചെയ്യില്ല. Anna cried at her severely. You will do what your master commands you. അപ്പൊ ഇത് ഇവിടെ സെർവന്റ് ഇല്ല. അപ്പൊ എന്നെ പറഞ്ഞു, ഞാൻ എന്താണോ പറഞ്ഞത് നീ ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് സെർവന്റ്, അതുപോലെ തന്നെ മാസ്റ്റർ. അപ്പൊ മാസ്റ്റർ എന്താ പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണ് സെർവന്റെ ജോലി. അവിടെ നിനക്ക് ഡിസിഷൻ എടുക്കാനില്ല എന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ്, ഒബ്വിയസ്ലി. Then there was no fierce a look of resistance upon Yumi's round dull face that Hannah felt unreasonably afraid. After all, if she servants should report something that was not as it happened. അപ്പത്തെ ഒരു ഇമോഷന്റെ പുറത്ത് അന്ന അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് യുമ്മിയുടെ മുഖത്ത് യാതൊരുവിധ പേടിയോ ഭയമോ ഇല്ല. കാരണം യുമ്മി മറന്നു, ഞാൻ എൻ്റെ യജമാന്റെ വീട്ടിലാണെന്നോ യജമാന്റെ കൂടെ ഒന്ന് മറന്നു. ബിക്കോസ് യെസ്, ഉള്ളിലത്തെ ആ ഒരു ദേശം, ആ ഒരു ക്രേസിനെസ്, അല്ലെങ്കിൽ ക്രേസിനെസ് എന്ന് പറയാൻ പാടില്ല, ആ ദേശസ്നേഹം. ഓഫ് കോഴ്സ് ഒരു എനിമീനെ കാണുമ്പോൾ, അമേരിക്കക്കാരൻ്റെ എനിമിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അയാളോട് ഒരു ഇതുണ്ടാവില്ല, ഒരു സാധാരണക്കാരന്. അപ്പൊ ആ ഒരു ഇമോഷന്റെ പുറത്താണ് ഇപ്പൊ ഉമ്മി നിൽക്കുന്നത്. ദെൻ ഇവള് ചിന്തിച്ചു, ഓക്കെ, ഇവളുടെ അടുത്ത് അങ്ങനെ വല്ലാണ്ട് ഷൗട്ട് ചെയ്യണ്ട, കാരണം സെർവൻ്റാണ്, അവള് പോയിട്ട് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്താലും നമുക്ക് പണി കിട്ടും. Very well, she said with dignity. You understand what only want to bring him to his senses so that we can turn him over as a prisoner. അപ്പോൾ നമ്മുടെ അന്ന ഒന്ന് താന്നു, എന്നിട്ട് പറഞ്ഞു, നിനക്ക് മനസ്സിലായോ? അതായത് ഇവനക്ക് ഇവന്റെ ഒരു ബോധം കിട്ടുക എന്നുള്ളൊരു ഒരു ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ. അവന്റെ ബോധം തെളിഞ്ഞു വന്നാൽ നമ്മൾ അവനെ ഹാൻഡ് ഓവർ ചെയ്യും, കാരണം ഇവൻ നമ്മുടെ എനിമിയാണ്. ഓഫ് കോഴ്സ് വി ഷുഡ് ഹാൻഡ് ഓവർ ഹിം. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ അവന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. ഓക്കെ, ബിക്കോസ് ഹി വാസ് അവർ എനിമി. യെസ്, ഓഫ് കോഴ്സ്. Then I will have nothing to do with it, Yumi said. I'm a poor person and it is not my business. Then please, Hannah said gently, return to your own work. എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതൊന്നും പറയാനില്ല. ഇറ്റ് ഇസ് നോട്ട് മൈ ജോബ്. ഞാനൊരു പാവപ്പെട്ടവളാണ്. ഓക്കെ, ബട്ട് എൻ്റെ ഒരു എനിമി, എൻ്റെ രാജ്യത്തിൻ്റെ എനിമീനെ സെർവ് ചെയ്യാൻ മാത്രം എനിക്ക് പറ്റില്ല. അത്രക്ക് പാവപ്പെട്ടവളാണ് കൂടിയിട്ടും എൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം എനിക്ക്
ഇല്ല ഇത് വെക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്നെ അധികം ഒന്നും നിർബന്ധിച്ചില്ല. പ്ലീസ് ഗോ ബാക്ക് ടു യുവർ വർക്ക്. ഓക്കെ, നിനക്ക് പോവാം, നിന്റെ ജോലിയിലേക്ക് പോയിക്കോളൂ. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. ഇനി നമുക്ക് ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതുവരെ എടുത്ത ഭാഗങ്ങൾ വൃത്തിയായിട്ട് വായിക്കുക, ന്യൂ വേർഡ്സ് കണ്ടെത്തുക, മീനിങ് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സ്വയം മനസ്സിലായത് ജസ്റ്റ് ഒരു പാരഗ്രാഫായിട്ട് എഴുതാൻ ശ്രമിക്കുക. ആ ഒരു പാരഗ്രാഫ് എഴുതുന്നതോട് കൂടിയിട്ട് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസറും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ബെനിഫിറ്റ് ഉണ്ടാവും 100%. ഓക്കെ, സോ സി യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺ. ബൈ.